ഡാടാടാടാ, അപ്പുറത്തെ നേരായ വഴി അടക്കുമ്പോ നീ എന്തിനാടാ എന്നെ ഈ കാട്ടിക്കടൊക്കെ വിളിച്ചോണ്ട് വരുന്നത്? എടാ, നേരായ വഴി കൂടെ അളിയന്റെ വീട്ടിലോട്ട് കയറാൻ പറ്റത്തില്ല. എന്താ? അളിയൻ എന്നെ കാണുമ്പോ ഭയങ്കര സ്നേഹമാണ്. കെട്ടിപ്പിടിക്കണോ, ഉമ്മ വയ്ക്കണോ, ഇടിക്കണോ ഇടിക്കണോ ഒന്നും ഇടിക്കണോ? നീ അത് വിട്. പിന്നൊരു കാര്യം, ഇക്കൊല്ലം എല്ലാവരും ദീപാവലി ആഘോഷിക്കുന്നതിനേക്കാളും നല്ല അടിപൊളിയായിട്ട് വ്യത്യസ്ത രീതിയിൽ നമുക്ക് ആഘോഷിക്കണം. നിന്റെ മനസ്സിൽ വല്ല പ്ലാനും ഉണ്ടോ? എന്റെ മനസ്സിലൊരു പ്ലാൻ ഉണ്ട്. 10 വർഷം മുമ്പേ ഒരു അമ്മാവനാ നീ പടക്കം പൊട്ടിച്ചിട്ട് തിരിഞ്ഞോടുന്ന ഈ കമന്നടിച്ച് വീഴുന്ന ഒരു വീഡിയോ ഉണ്ടല്ലേ? ഓ, ഞാൻ കണ്ടായിരുന്നു. അത് ഇപ്പോഴും സോഷ്യൽ മീഡിയ ട്രെൻഡിങ്. അപ്പൊ അതെയാണ് ചെയ്യുന്നെങ്കിൽ അതേ കണക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യണം. തലമുറ നമ്മൾ ഓർത്തിരിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്യണം. മനസ്സിലായോ? അല്ല, ഫണ്ടില്ല. ഫണ്ടൊക്കെ നമുക്ക് ഒപ്പിക്കാം. ഫണ്ടൊക്കെ ഉണ്ട്. എന്തുവാടെ രണ്ടുപേരും കൂടെ? അതിന് ചേച്ചി ദീപാവലി ഒരു ഫണ്ട് വേണമായിരുന്നു. പൈസയൊക്കെ ഞാൻ തരാം. ചേച്ചി അണ്ണയില്ലേ? അകത്തോണ്ടാ വിളിക്കണോ? അയ്യോ, എന്തിന് വരയ്ക്കുന്ന എനിക്ക് ചേച്ചി പൈസ എടുത്തോണ്ട് ഫണ്ട് ഇപ്പൊ കിട്ടും. ഫണ്ട് സെറ്റായി. അപ്പൊ നിന്റെ പ്ലാൻ എന്ന് പറഞ്ഞു? എടാ, സംഭവം വേറൊന്നുമല്ല. ഒരു ഗ്യാസ് ഊറ്റി പോലത്തെ ഒരു പടക്കം ഇറങ്ങിയിട്ടുണ്ട്. അത് നേരെ കത്തിച്ചുവിട്ടാ നേരെ ആകാശത്ത് റോക്കറ്റ് പോലെ പോയി പൊട്ടും. അങ്ങനെ ആ ഗ്യാസ് ഊറ്റി പോലത്തെ പടക്കത്തിനകത്ത് ഞാൻ എന്ത് ചെയ്യും, കസേര പോലെ ഡെക്കറേറ്റ് ചെയ്യും. അളിയനെ അതിൽ പിടിച്ചിരുത്തും. അളിയന്റെ മൂട്ടിയിട്ട് ഞാൻ കത്തിക്കും. എന്നിട്ട് അളിയനും പടക്കം കൂടെ നേരെ ആകാശത്ത് പോയി പൊട്ടിച്ചിതറും. അത് കണ്ട് ഞാൻ സന്തോഷിക്കും. അത് കഴിഞ്ഞിട്ട് ഞാനത് വീഡിയോ എടുത്തിട്ട് റീലിടും. എന്നിട്ട് എനിക്ക് ഇത് റീച്ച് കിട്ടത്തില്ലേ? പിന്നെ നിന്നെ പോലെ ഒരു അളിയനെ കിട്ടിയ അങ്ങനെ കഴിഞ്ഞ ജന്മത്തി എന്തോ. ഇതല്ലാതെ വേറെ ഇത് മതി, ഇത് ധാരാളം. വെരി ഗുഡ്. വാ.